എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് കൂടി ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് സ്റ്റീൽസിന് കീഴിലുള്ള നവരത്ന കമ്പനിയായ NMDC-യിൽ നിലവിലുള്ള നിരവധി ഒഴിവുകളെ കുറിച്ചുണ്ട്. അപ്പോൾ അതേക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ, ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2022 ഫെബ്രുവരി 10 മുതൽ മാർച്ച് 2 വരെയാണ് ഇത് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ടുള്ള കഴിയുക എന്ന കാര്യം മനസ്സിലാക്കുക. ആദ്യം ടെമ്പററി അടിസ്ഥാനത്തിലായിരിക്കും, നിങ്ങൾക്ക് ട്രെയിനിങ് ആയിട്ടാണ് ആദ്യം എടുക്കുക, പിന്നീട് സ്ഥിര നിയമനമായി മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങളിത് മുഴുവനായിട്ട് കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പമുള്ള ബെൽ ബട്ടണിൽ ഓൾന്ന് കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ യഥാസമയം ലഭിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അതേപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് സ്റ്റീൽസിന് കീഴിലുള്ള ഒരു നവരത്ന കമ്പനിയാണ്, നവരത്ന പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനമാണ് NMDC ലിമിറ്റഡ് എന്നുള്ളത്. ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ ഉള്ള ഡൈവേഴ്സ് പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുന്നത്. മിനറലും മൈനിങ്, മിനറൽ എക്സ്പ്ലോറേഷൻ ഒക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതിൽ NMDC-യുടെ കർണാടകത്തിലെ ഡോണിമലൈ കോംപ്ലക്സിലേക്ക് വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ അനുസരിച്ചുള്ള നിയമനം നടത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസും അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ആദ്യമായിട്ട് ഫീൽഡ് അസിസ്റ്റന്റ് ട്രെയിനി ആയിട്ടാണ്. ഫീൽഡ് അസിസ്റ്റന്റ് ട്രെയിനി 43 വേക്കൻസികളുണ്ട്. അത് മിഡിൽ പാസ്, 10ാം ക്ലാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റ് മെയിൻ്റനൻസ് അസിസ്റ്റന്റ് മെക്കാനിക്കൽ ട്രെയിനിയുടെയാണ്. 90 വേക്കൻസികളാണുള്ളത്. ITI വെൽഡിങ്, ഫിറ്റർ, മെഷീനിസ്റ്റ്, മോട്ടോർ മെക്കാനിക്ക്, ഡീസൽ മെക്കാനിക്ക്, ഓട്ടോ ഇലക്ട്രീഷ്യൻ ഇതൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മൂന്നാമത്തെ പോസ്റ്റ് മെയിൻ്റനൻസ് അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ ട്രെയിനി എന്നുള്ളതാണ്. 35 വേക്കൻസികളാണുള്ളത്. ITI ഇലക്ട്രിക്കൽ ട്രേഡിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്തത് MCO ഗ്രേഡ് 3 ട്രെയിനിയാണ്. അത് 4 വേക്കൻസികളുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുള്ള 4 വർഷത്തെ ഡിപ്ലോമ ആണ് അതിന് വേണ്ട യോഗ്യത. അതുപോലെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ഉണ്ടായിരിക്കണം. അടുത്ത HEM മെക്കാനിക് ഗ്രേഡ് 3 ട്രെയിനിയുടെ വേക്കൻസിയാണ്. 10 വേക്കൻസിയാണ് ഉള്ളത്. അതിനുവേണ്ട 3 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമയാണ്. ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അടുത്ത ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 3 ട്രെയിനിയുടെ വേക്കൻസി 7 എണ്ണമാണുള്ളത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 3 വർഷത്തെ ഡിപ്ലോമയാണ് അതിന് വേണ്ട യോഗ്യത. അടുത്ത ബ്ലാസ്റ്റർ ഗ്രേഡ് 2 ട്രെയിനിയുടെ വേക്കൻസി 2 എണ്ണമാണുള്ളത്. 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI വിത്ത് ബ്ലാസ്റ്റർ പാസ്സായവരായിരിക്കണം. അല്ലെങ്കിൽ മൈനിങ് മെയ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കണം. അപ്പം ഈ ക്വാളിഫിക്കേഷൻ ഇതിനു ശേഷം 3 വർഷം ബ്ലാസ്റ്റിംഗ് ഓപ്പറേഷനുള്ള പരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത OCA ഗ്രേഡ് 3 ട്രെയിനിയാണ്. അതിന് വേണ്ട 9 വേക്കൻസികളാണുള്ളത്. BSc കെമിസ്ട്രി അല്ലെങ്കിൽ ജിയോളജി കഴിഞ്ഞവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഡിഗ്രി പാസ്സായതിനു ശേഷം 1 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ചോദിക്കുന്നുണ്ട്. ഇത്രയുമാണ് വേണ്ട യോഗ്യത എന്ന കാര്യം മനസ്സിലാക്കുക. ശമ്പളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിരിക്കും. ആദ്യ 2 വർഷം ട്രെയിനിങ് പീരീഡ് ആണ്. അപ്പൊ ആദ്യത്തെ വർഷം കിട്ടുന്ന സാലറിയും രണ്ടാമത്തെ കിട്ടുന്ന സ്റ്റൈപ്പൻഡും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിനുശേഷമാണ് സ്ഥിര നിയമനം ലഭിക്കുമ്പോൾ കിട്ടുന്ന സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പോസ്റ്റിനും 30 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയായ 2022 മാർച്ച് 2 അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മിനിമം 18 വയസ്സുണ്ടായിരിക്കണം. 30 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ SC ST കാരുള്ളവർക്ക് 5 വർഷവും OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഒക്കെ നിയമാനുസൃത വയസ്സുള്ള ഇവിടെയും ബാധകമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഫീൽഡ് അറ്റൻഡന്റ് ട്രെയിനിക്ക് വേണ്ടത് ആദ്യത്തെ വർഷം 18,000 രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ടും രണ്ടാമത്തെ വർഷം 18,500 സ്റ്റൈപ്പൻഡ് ആയിട്ടും ലഭിക്കും. പിന്നീട് നിയമനം സ്ഥിരമായി കഴിഞ്ഞാൽ 18,100 മുതൽ 31,850 എന്ന സ്കെയിലായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുക. മെയിൻ്റനൻസ് അസിസ്റ്റന്റ് മെക്കാനിക്കലിന്റെ ആദ്യത്തെ വർഷം 18,000 രൂപ സ്റ്റൈപ്പൻഡും രണ്ടാമത്തെ വർഷം 18,500 സ്റ്റൈപ്പൻഡും ആയിരിക്കും ലഭിക്കുക. നിയമനം സ്ഥിരമായി കഴിഞ്ഞാൽ 18,700 മുതൽ 32,940 സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. മെയിൻ്റനൻസ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കലിന്റെ ട്രെയിനിങ് അതുപോലെ തന്നെ 18,000 ആദ്യത്തെ വർഷം 18,000 രണ്ടാമത്തെ 18,500 ആയിരിക്കും സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക. നിയമനം സ്ഥിരമായി കഴിഞ്ഞാൽ 18,700 മുതൽ 32,940 സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അടുത്തത് MCO ഗ്രേഡ് 3 അതുപോലെ HEM മെക്കാനിക് ഗ്രേഡ് 3 ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 3
ബ്ലാസ്റ്റർ ഗ്രേഡ് 3, അതുപോലെ QCA ഗ്രേഡ് 3. ഇതിനെല്ലാം ഒന്നാമത്തെ വർഷം 19,000 രൂപയും രണ്ടാമത്തെ വർഷം 19,500 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. സ്ഥിരനിയമനമായി ലഭിച്ചു കഴിഞ്ഞാൽ 19,900 മുതൽ 35,040 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാൻ. ഓൺലൈനായിട്ടുള്ള അപേക്ഷ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. മറ്റു രീതിയിലുള്ള മറ്റു മോഡലുള്ള ഒരു അപേക്ഷയും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം NMDC-യുടെ വെബ്സൈറ്റ് ആയ www.nmdc.co.in എന്ന സൈറ്റിലെ കരിയർ പേജ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം അപേക്ഷിക്കാൻ. ഒരു ഇപ്പം ലിങ്ക് ഓപ്പൺ ആയിട്ടില്ല. 2022 ഫെബ്രുവരി 10 മുതൽ 2022 മാർച്ച് 2 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സമയമുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകം ഇന്ന് ഫെബ്രുവരി 5 ആയതേ ഉള്ളൂ. നമുക്ക് 10-ാം തീയതി മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ അത് കഴിഞ്ഞ് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രത്യേകം ഓർത്തിരിക്കുക. ലിങ്ക് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുകയും നിങ്ങളുടെ ഡോക്യുമെന്റ്സും സർട്ടിഫിക്കറ്റ്സും ഒക്കെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം അപേക്ഷാ ഫീസ് ഉണ്ട്. എല്ലാവരും ഒരു നോൺ റീഫണ്ടബിൾ ഫീസായിട്ടുള്ള 150 രൂപ ഫീസായിട്ട് അടയ്ക്കണം. അത് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വഴിയോ UPI ക്രെഡിറ്റ് കാർഡ് UPI വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ SBI കളക്ട് വഴി ചെല്ലാൻ നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ട് ഇന്റർനെറ്റ് ബാങ്കിൽ പോയി നേരിട്ടും അടയ്ക്കാൻ കഴിയും. 150 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം നമ്മൾ അപേക്ഷ അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ സ്കാൻ ചെയ്ത് കോപ്പി റെഡിയാക്കി വെക്കണം. അതായത് റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, അതുപോലെ 10ാം ക്ലാസ്സിന് ശേഷം 12ാം ക്ലാസ് വേണമെങ്കിൽ ഏതാണ് മിഡിൽ ക്ലാസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ ഒക്കെ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, റിസർവേഷൻ ഉള്ളവരാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കോപ്പി. കാരണം ഏജ് റിലാക്സേഷൻ വേണമെങ്കിൽ നിങ്ങൾ SC/ST നോൺ ക്രീമിലെയർ OBC എന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ അത് റെഡിയാക്കി വെച്ചിട്ട് സ്കാൻ ചെയ്ത് ഇതെല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കാതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ. ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കോപ്പി പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോമിന്റെ കോപ്പി കൂടി എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അത് സിസ്റ്റം ജനറേറ്റ് ചെയ്ത് വരും. കാരണം രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് അവസരം ലഭിക്കുക. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിച്ച് വെക്കുക. ഭാവിയിൽ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന കാര്യം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.